ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടി20യിൽ ഇന്ത്യൻ ബാറ്റിംഗ് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് 124 റൺസ് മാത്രമാണ് നേടാനായത്. ആദ്യ മത്സരത്തിൽ ബാറ്റിംഗ് വെടിക്കെട്ട് തീർത്ത ഇന്ത്യൻ നിരയ്ക്ക് രണ്ടാം മത്സരത്തിൽ കാലിടറുകയായിരുന്നു. സഞ്ജു സാംസൺ ഡക്കിന് പുറത്തായതോടെ പിന്നാലെ എത്തിയ എല്ലാവരും ദുരന്തമായാണ് ബാറ്റിംഗിൽ മാറിയത്. സഞ്ജു ഡക്കിന് പുറത്തായതിനു ശേഷം പിന്നീട് വന്ന ടോപ്പ് ഓർഡറിന് ഒന്നും ചെയ്യാനാവാതെ മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ മൂന്നാം ടി20ക്കായി എത്തുമ്പോൾ ടീം ഇന്ത്യ ഓപ്പണിംഗിൽ അഴിച്ചുപണികൾ നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. നിരാശപ്പെടുത്തിയ ബാറ്റർമാരുടെ ലിസ്റ്റിൽ ആദ്യം എത്തുന്നത് അഭിഷേക് ശർമ്മയുടെ പേരാണ്. തന്റെ കരിയറിൽ 7 ടി20 മത്സരങ്ങളാണ് അദ്ദേഹം ആകെ കളിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യ മത്സരത്തിലെ സെഞ്ചുറി ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 6 മത്സരങ്ങളിൽ അഭിഷേകിന്റെ സമ്പാദ്യം വെറും 70 റൺസ് മാത്രമാണ്. ബംഗ്ലാദേശിനെതിരായ ടി20 പരമ്പരയിലും തുടർന്നു വന്ന എമർജിംഗ് ടീം ഏഷ്യ കപ്പിലും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2 ടി20 മത്സരങ്ങളിലും അഭിഷേക് ശർമ്മ നിറമങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പെട്ടെന്ന് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിവുള്ള ബാറ്റ്സ്മാനാണെങ്കിലും സ്ഥിരതയോടെ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മൂന്നാം ടി20യിലേക്ക് അഭിഷേകിന് പകരം പുതിയൊരു താരത്തെ ടീം ഇന്ത്യ പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തുന്നത്. ഇന്ത്യയുടെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് പരിഗണിച്ചിരുന്ന ജിതേഷ് ശർമ്മയെ അഭിഷേക് ശർമ്മയ്ക്ക് പകരം ഓപ്പണിംഗിലേക്ക് ഇറക്കുമെന്നാണ് ലഭിക്കുന്ന പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. സഞ്ജുവിനൊപ്പം ഓപ്പണറായി ജിതേഷ് ശർമ്മ ഇറക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ആഭ്യന്തര ടൂർണമെന്റുകളിൽ ഓപ്പണർ റോളിൽ ജിതേഷ് ശർമ്മ തിളങ്ങിയിട്ടുണ്ട്. തുടരെ അവസരങ്ങൾ നൽകിയ അഭിഷേക് ശർമ്മ നിരാശപ്പെടുത്തിയ സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവ് ജിതേഷിന് അവസരം നൽകുമെന്നും പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. മറുഭാഗത്ത് അവസരങ്ങൾ പാഴാക്കിയ അഭിഷേക് ശർമ്മ ഇനി ഇന്ത്യൻ ടി20 ടീമിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള കാര്യം വരെ സംശയത്തിലായിരിക്കുകയാണ്. ഇഷൻ കിഷൻ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിങ്ങനെ ഓപ്പണിംഗ് സ്ലോട്ട് ലക്ഷ്യമാക്കി പുറത്ത് താരങ്ങൾ മികച്ച പ്രകടനങ്ങളുമായി രംഗത്തുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ലഭിച്ച അവസരത്തിൽ പ്രകടന മികവ് ആവർത്തിക്കാത്ത അഭിഷേക് ശർമ്മ ഇനി ഇന്ത്യൻ സ്ക്വാഡിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം തന്നെ ഒരു സംശയത്തിലായിരിക്കുകയാണ്. ടീം ഇന്ത്യയുടെ ഒരു ബെറ്റർ ഓപ്ഷനായി ജിതേഷ് ശർമ്മ എത്തുന്നതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.